ഏയ് മക്കളെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ എൻ്റെ പിന്നാലെ വരരുതെന്ന്? എന്നെ ഫോളോ ചെയ്യരുത്, വരരുതെന്ന് പറഞ്ഞില്ലേ? അങ്കിളെ, അത് പിന്നെ ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുമല്ലേ. അതുകൊണ്ട് നിങ്ങളൊപ്പം കളിക്കാനും നിങ്ങളൊന്നിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ആഗ്രഹം അങ്കിളെ. അതുകൊണ്ട് അങ്കിളിന്റെ പിന്നാലെ വന്നതാ അങ്കിളെ. ഏയ് മക്കളെ, നിങ്ങളോട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ഈ കാട് അത്ര സേഫ് ഒന്നുമല്ല, അതുകൊണ്ടാ നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്നെ ഫോളോ ചെയ്ത് വരരുത് എന്ന്. പ്ലീസ് അങ്കിളെ, അങ്കിളിന്റെ ഒപ്പം ഞങ്ങൾ കളിച്ചോട്ടെ. ഏയ് മക്കളെ, എനിക്ക് കളിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് മക്കൾ വേഗം മക്കളെ വീട്ടിലോട്ട് തന്നെ പോയേ. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് വരും. പോയിക്കേ. എടി പൈങ്കിളി, അയാൾ പറഞ്ഞാലും കാര്യമില്ലേ. നമ്മളിപ്പോ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ, ഇനി നമുക്ക് വേഗം വീട്ടിലോട്ട് ചെല്ലാം. ഇപ്പൊ തന്നെ സന്ധ്യ ആവാറായി. വേഗം വാ, അല്ലെങ്കിലേ രാത്രിയായ പിന്നെ നമുക്ക് വീട്ടിലോട്ടുള്ള വഴി അറിയില്ല. ഇവരാണെങ്കിലേ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ശരി എന്നാ, പോവാം. വാ. അയ്യോ, ശിവേ. ഹായ്, കയ്യിലേ 100 രൂപയുണ്ട്. 100 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങാം? ഒരു മിരിണ്ട വാങ്ങാം, പിന്നെ ഒരു ലേസ് വാങ്ങാം. വേറെ എന്ത് വാങ്ങാം? മോനെ, ഇത് വഴിയല്ലേ വലിയൊരു മനുഷ്യന് പോകുന്ന കണ്ടോ മോൻക്ക്? കാണാന് ഹൾക്കിനെ പോലെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടോ മോനെ? ആ, കണ്ടു പോലീസ് മാഡം, ഞാൻ കണ്ടു. അത്രയും വലിയ ഒരു മലന്റെ അത്രയും വലിപ്പമുള്ള വലിയൊരാളെ ഞാൻ കണ്ടു. ആ വലിയ മനുഷ്യനുണ്ടല്ലോ പോലീസേ, അതില്ലേ ആ കാട്ടിലോട്ട് പോയി. ഞാൻ കണ്ടതാ, എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ. ഏയ്, നമുക്ക് ഇവന് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നറിയില്ല. എന്നാലും ആ തോക്കൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് ആ കാട്ടിലോട്ടൊന്ന് പോവാം. വാ, പെട്ടെന്ന്. ആ ശരി സാർ. ഓക്കെ സാർ. പോലീസേ, അടന്ന് നിക്കോ. എന്താടാ മോനെ, എന്താ കാര്യം? പോലീസേ, ആ വലിയ മനുഷ്യന്റെ ഒപ്പല്ലേ ഇവിടുത്തെ 3 കുട്ടികളും പോയിട്ടുണ്ട്. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ ആ 3 പേര് അയാളുടെ ഒന്നിച്ചിട്ട് പോകുന്നത്. 3 പേരോ? അതാരാ? അതില്ലേ എന്റെ വീടിനടുത്തുള്ള 3 കുട്ടികളാ. അവരും അയാളുടെ ഒന്നിച്ചിട്ട് പോയിട്ടുണ്ട്. സാർ, എന്നാലേ ആ വലിയ മനുഷ്യനില്ലേ ഈ കുട്ടികളെ കടത്തിക്കൊണ്ട് പോയതായിരിക്കും. നമുക്ക് എങ്ങനെയും ആ 3 കുട്ടികളെയും രക്ഷപ്പെടുത്തണം. ആ, അതെ. മോനെ, നീ കള്ളം പറയുവാണോ? എടാ, നീ സത്യം പറയുവാണോ അല്ല കള്ളം പറയുവാണോ? ഞങ്ങളെ കാണുമ്പോൾ നിനക്ക് കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞതാ. എന്റെ വീടിനടുത്തുള്ള 3 കുട്ടികളാ അയാളുടെ ഒന്നിച്ച് പോയത്. ഒന്ന് ശിവയും, ഒന്ന് പൈങ്കിളിയും, ഒന്ന് പാത്തുവും. ഇവർ 3 പേരും അയാളുടെ ഒന്നിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ചിന്തിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. വേഗം വാ, നമുക്ക് ആ 3 കുട്ടികളെ രക്ഷിക്കണം. ഓ, അവര് പോയി. ഇനി സമാധാനായിട്ട് മിരിന്റെയും ലേസും ഐസ്ക്രീമും ഒക്കെ വാങ്ങാം. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണം.